ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എവിടേക്ക് വന്നേ? നാട്ടിലേക്ക്. ഞങ്ങൾ ജിംനി എടുത്ത് പോവാം. ജിംനിനെ കൊണ്ട് ഒരു 1200 കിലോമീറ്ററിലെ മുംബൈ ടു കോഴിക്കോട്. വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, മൈലേജ് എങ്ങനെയുണ്ട് എല്ലാം ഇന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കല്ലേ. ജിംനി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിലേക്ക് പോവാം. ബാക്കി നാട്ടിൽ നോക്കാം. ഓഡോമീറ്ററിൽ ട്രിപ്പ് എ 0 സെറ്റ് ചെയ്തു, ട്രിപ്പ് ബിയും 0 സെറ്റ് ചെയ്തു. ഇനി നമുക്ക് തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ബി രണ്ടാമത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങളിപ്പം മുംബൈ പൂനെ എക്സ്പ്രസ് വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡാണിത്. പൂനെ വരെ നല്ല സുഖമായിട്ട് റോഡ് തന്നെ ഇങ്ങനെ പോകും. സഹ്യപർവ്വത മലനിരകൾ വലത് ഭാഗത്ത്. ഇനിയുള്ള ഫുൾ മലയാണ്. ഇങ്ങനെ നല്ല എക്സ്പ്രസ്സുള്ളപ്പം നല്ല മടുപ്പൊന്നും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് പോവാം. ഇവിടെ 100 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് പരിധി. അവിടെ ട്രാഫിക് ജാം കൂടുതലുണ്ട്. ഓപ്പൺ ആയിട്ടില്ല കേട്ടോ, അവർ വെച്ചതേ ഉള്ളൂ. ടോൾ എടുക്കുന്നത് മുമ്പ് തന്നെ. നമുക്ക് വേണ്ടി ഈ വഴി കാലിയൊക്കെ വെച്ചിരിക്കുകയാണല്ലോ ആൾക്കാർ. നമുക്ക് വേണ്ടി മാത്രമായിട്ട് അവർ വഴി മാറ്റി വെച്ച് തന്നുണ്ട്. രാജാവിന് വേണ്ടി വെച്ച വഴിയാണ്. നീ തീറ്റിപ്പെട്ടാതി അവർക്ക് എപ്പോഴും വസിക്കുന്നത്. നീ കോഴിയുണ്ട് അതിന്റെ വയറ്റിൽ, മുട്ടടിക്ക് വയറ്റില്. നീ ഇപ്പോൾ 3 ദോശയും ഒരു മുട്ടയൊക്കെ തിന്നിട്ട് വന്ന അവിടുന്ന് പിന്നെയും വിശക്കുണ്ട് നിനക്ക്. ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്റ്റ് ആയിട്ട് അവർ സർവീസ് ചെയ്യുന്ന പെട്രോൾ പമ്പാണ്. പെട്രോള് ഉള്ളരിക്കട്ടെ. പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് അടുത്ത പമ്പിൽ നിന്ന് പിന്നെയും ഫുൾ അടിക്കുമ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടുന്നുണ്ട്. ഫുൾ ടാങ്ക് ആട്ടോ കട്ടോ 33 ലിറ്ററും ഫുൾ ടാങ്ക്. അങ്ങനെ പെട്രോൾ ഫുൾ അടിച്ചു. നമുക്കിനി ട്രിപ്പ് 0 ചെയ്യാം. ട്രിപ്പ് 0 ആയിട്ടുണ്ട്. അടുത്ത ഫുൾ ടാങ്ക് വരെ എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ ഹൈവേയിലേക്ക് ആയിരുന്നു. മുകളിൽ കണ്ടോ സ്പീഡോമീറ്റർ ക്യാമറ കണ്ട ലോറിക്കര കണ്ടു. ഈ വഴി മുടക്കിയിട്ടാണ് ഇവരൊക്കെ ഇവിടെ സഞ്ചരിക്കുന്നത്. ഇവന്മാർക്കൊക്കെ നല്ല കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ മഴ പെയ്ത് എന്ത് രസമായിരുന്നില്ലേ കാണാൻ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കാണ് എന്ത് രസമാണ്. വലത്ത് ഭാഗത്ത് കണ്ടോ ഒരു പാലം കണ്ടു. വലത്ത് ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ടാ. അതാണ് പുതിയ ടണല്. നമ്മുടെ ലോനാവല മല കയറാണ്ടി നേരിട്ട് പൂനേക്കുള്ള പുതിയ ടണലാണ്. ഇപ്പം അടുത്ത് ഉദ്ഘാടനം കഴിയുന്നുണ്ട്. അതുകൂടെ തുറന്നു കിട്ടി കഴിഞ്ഞാൽ പൂനേക്കുള്ള യാത്രയ്ക്ക് ഒരു 3/4 മണിക്കൂർ ലാഭിക്കണം. കാരണം 3/4 മണിക്കൂർ ഈ മല കയറിയിട്ട് ലോറികൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഒഴിവാക്കണം. ആ വലത്ത് ഭാഗത്ത് പുതിയ റോഡ്. അതാണ് പുതിയ പാലം. നല്ലൊരു സ്ട്രക്ചറാണ്. ഭയങ്കരമായിട്ടുള്ള തൂണുകളാണ്.
പൂനെയിലെത്തി. പൂനെ സിറ്റി ട്രാഫിക് ഉണ്ടായിരിക്കും. ഇപ്പം ഓഫീസ് ടൈമില്ലല്ലോ, അതുകൊണ്ട് ചെറുങ്ങനെ ട്രാഫിക് ഉണ്ടാവും തോന്നാം. സുഖമായിട്ട് കടന്നിട്ടാൽ മതിയായിരുന്നു അല്ലേ? ഇതാണ് കരാടിലുള്ള ഫേമസ് സംഘം ഹോട്ടൽ. അങ്ങനെ കരാട് എത്തി. എത്ര മണിയായി? 4:30. നമുക്ക് നോക്കല്ല, പോകുന്നവരെ പോവല്ല. 9:30 എവിടെയായിരുന്നു വെച്ചാൽ അവിടെ റൂം എടുത്ത് താമസിക്കാൻ പറ്റില്ല. നല്ല വെയിലുണ്ടായിരുന്നു ഇന്ന്. ഇവിടെയൊക്കെ ഇപ്പം കൺസ്ട്രക്ഷൻ പണി നടന്നുകൊണ്ടിരിക്കുക. എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കുക. അതായത് സിറ്റിയിൽ മേലെ കൂടെ തന്നെ അങ്ങ് പോയി കിട്ടാം. ഈ ട്രാഫിക് ഒഴിവാക്കി പണി കഴിഞ്ഞാൽ നമ്മുടെ പൂനെ ടു ബാംഗ്ലൂർ വന്നിട്ട് ഒരു പുതിയൊരു ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്. അതുകൂടെ കണക്ട് ആവുന്നുണ്ടോ എന്നൊക്കെ സംശയമാണ്. വന്നിട്ട് പൂനെ നിന്ന് ബാംഗ്ലൂർക്ക് 8 മണിക്കൂർ കൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് സുഖമായിരുന്നു. അതെന്താ എഴുതിയ? അമാരി അഹോത്ത. മഹാരാഷ്ട്ര. അങ്ങനെ മഹാരാഷ്ട്ര കഴിഞ്ഞു. എടാ ഞാൻ ഹിന്ദി പഠിച്ചില്ലല്ലോ, ഇപ്പോഴല്ലേ മെല്ലെ തപ്പി പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ കർണാടകയിലേക്ക് എത്താറായി. ഇല്ലമ്മോ മഹാരാഷ്ട്ര കടന്നു, കർണാടകയിലേക്ക് കടക്കുകയാണ്. നമ്മൾ കടന്നിരിക്കുകയാണ്. ബെൽഗാവിക്ക് പോകുന്ന ബസ്സാ, കന്നഡ ബസ്. ഇതാ മുമ്പിലാ കന്നഡ ബസ്, NWKRTC. യെസ്, നമ്മളങ്ങനെ ബെൽഗാവ് എത്തി. ഇന്നലെ രാത്രി 8 മണിക്ക് വണ്ടി നിർത്തി. നല്ലൊരു സ്ഥലം കിട്ടും നമുക്ക് ബെൽഗാവിലല്ല. നമ്മുടെ ജിമ്മിയുടെ ഉണ്ട്. കാലത്ത് 6 മണിയായി. ഇന്നലെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഇതിപ്പോൾ പാക്കിംഗ് ആയാ? റെഡിയാ? പാക്ക് പോവാ. സമയേ വൈകിട്ട് എത്തണം. നമുക്കിവിടെ റെഡിയാ? വീണ്ടും പെട്രോൾ അടിക്കാൻ നിർത്തി. ടാങ്ക് ഫുള്ളാക്കുവാണ്. 99 റുപ്പീസ് ഓൺലി. ഇവിടെ എത്തുമ്പോഴേക്കും പെട്രോളിന് വില കുറഞ്ഞ് കിട്ടി. നോക്കാം ഫുള്ളാകുമ്പോഴേക്കും എത്രയാണ്. ഇന്ന് ಬೆಳಗ್ಗೆ 2 ರೂಪಾಯಿ. ഇന്ന് ಬೆಳಗ್ಗೆ മീൻസ് എസ്റ്റർഡേ മോർണിംഗ്. പെട്രോൾ ನೀನು ಸಸ್ತಾ ಇದೆ. ഓട്ടോ കട്ട് ഓഫ്നാ? ഓട്ടോ കട്ട് ഓഫ്. ഓട്ടോ കട്ട് ഓഫ് ആയിട്ടുണ്ട്. 30 ലിറ്റർ 23. ടോട്ടൽ എത്ര കിലോമീറ്റർ ആയി നോക്കാം നമുക്ക്. ദീപ പേഴ്സ് എടുത്തേ. ടോട്ടൽ എത്ര കിലോമീറ്റർ ആയി? 431 കിലോമീറ്റർ. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. 431 കിലോമീറ്റർ. ശുഭം 30 ലിറ്റർ 30.23 30.23 14 കിലോമീറ്റർ. 14 കിലോമീറ്റർ മൈലേജ്. ഓഡോമീറ്റർ ഏതായാലും 0 സെറ്റ് ചെയ്യുന്നില്ല. നമുക്ക് നാട് വരെ നോക്കാം. രണ്ടാമതൊരു കൂട്ടിയിട്ട് മൊത്തം ആവറേജ് എത്ര ഉണ്ടെന്ന് നോക്കാമല്ലോ അല്ലേ? നാട്ടിൽ പോയിട്ട് ടോട്ടൽ ആവറേജ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പം ഏതായാലും 14.4. ബെൽഗാവ് വരെ 14.4. ബാക്കി നല്ല മൈലേജാണ്. പിന്നെ നാട് വരെ പോയിട്ട് നോക്കാം. ഇതാണ് വിധാൻസഭ. ഇവരുടെ കർണാടകക്കാരുടെ സമ്മർ പാർലമെന്റ്. അവർ സമ്മർ സമയത്ത് ഇവിടെ വന്നിട്ടാണ് എന്ത് ചെയ്യുക? അസംബ്ലി കൂടുക പാർലമെന്റിന്റെ. ഇവിടെ നല്ല തണുപ്പായിരിക്കില്ല ബെൽഗാവിലെ. ചൂടുള്ള സമയത്ത് ഇവിടുത്തെ പാർലമെന്റ് ആണ് അവരുടേത്. നല്ല രസമല്ലേ കാണാൻ? പീലി വിടർത്താടുന്ന മയില് നോക്കിയാ, പീലി വിടർത്തിയിട്ട് നടന്നു വരുന്നു. കുറെ മയിലുകളുള്ള സ്ഥലം. പിന്നെ പീക്കോക്കല്ലടി മയില് പൊട്ടത്തി. നല്ല സ്ഥലം അല്ലേ?
രണ്ടെണ്ണം സെൽഫി എടുക്കും ഹോട്ടലിൽ ഇരുന്നിട്ട്. അമ്മു ഏതാ കിട്ടിയ? മുട്ട ദോശയാ കാണിച്ചാ? മുട്ട ദോശ അല്ലേ? കർണാടക ഏതോ ഒരു കാട്ടിൻ്റെ അടുത്ത് മുട്ട ദോശ അടിക്കുന്ന അമ്മുക്കുട്ടി വെറുതെ സെൽഫി എടുക്കുന്ന രണ്ട് ഗ്ലിച്ചവായ മങ്കിക്കുട്ടി 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 കുരകൻ എന്നാ നടന്നിടത്ത് മങ്കി. നീ കുരകനെ കണ്ടിക്ക മങ്കി? ഹലോ ഗൈസ്, നല്ലൊരു സ്ഥലം കിട്ടില്ല. എവിടെ ഇരിക്കും നമ്മള്? ഒരു ഹോട്ടലിലായിരിക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഭക്ഷണം കഴിക്കാൻ നല്ല ചക്ക ഉണ്ട്, പ്ലാവുണ്ട്, ചക്ക ഉണ്ട് അല്ലേ? നല്ല അടിപൊളി ഹോട്ടൽ അല്ലേ? നമുക്ക് ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ലേ? ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് തുടർന്ന് യാത്ര പോകാം. ഓക്കെ, അങ്ങനെ പിന്നെയും എണ്ണ അടിക്കാൻ തുടങ്ങി. എത്രയായി നോക്കട്ടെ രണ്ടാമത്. ബസ് ബസ് ആട്ടോ കട്ടോ ബസ് 8.84 കിലോമീറ്റർ. 844 മൊത്തം 844 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. 844.9 ഡിവൈഡഡ് ബൈ ആദ്യത്തെ 30 ലിറ്ററും പിന്നത്തെ 28 ലിറ്ററും 58 58.4 എത്രയാണ്? ഫിസിക്കൽ ടു 14.46. ഇതാണ് നമ്മുടെ മൈലേജ്. ജിംനിയുടെ മൊത്തം മൈലേജ് 844 കിലോമീറ്റർ ഓടിയപ്പോഴും 14.4. ഇപ്പോൾ ആവറേജ് ആയിട്ട് 14.4 കിലോമീറ്റർ മൈലേജ്, 14 കിലോമീറ്റർ മൈലേജ് ആവറേജ് നിങ്ങൾക്ക് ജിംനിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കർണാടകയിലെ അവസാനത്തെ ടോൾ ബൂത്ത് എത്തിയില്ല. അങ്ങനെ കർണാടകത്തെ അവസാന ടോൾ കഴിഞ്ഞു. നമ്മളിപ്പം കേരളത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പൊ കേരള പോകുന്നത്. ഇതാ മലയാളം ബോർഡ് വന്ന് സ്ലോ ശ്രദ്ധിക്കുക. നമ്മൾ കേരളത്തിലേക്ക് കേരള ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തലപ്പാടി. റോഡ് കണ്ട മുമ്പിലെ തലപ്പാടി മുതൽ നമ്മുടെ റോഡിന്റെ വീതി കൂടി ഇവിടെയൊക്കെ റോഡ് തുറക്കാറായി. ഞങ്ങൾ ക്ലിയറായി നിന്നുണ്ട്. എവിടെ വരെ നല്ല റോഡ് കിട്ടുന്ന അറിയില്ല, നോക്കാം നമുക്ക്. ഇതിന് അടുത്ത് തന്നെ കൺസ്ട്രക്ഷൻ എടുത്തിട്ടുണ്ടാവുന്ന തോന്നുന്നത്. ഡൈവേർഷൻ ഇതേ ഉള്ളൂ. മുമ്പേ റോഡ് തുറന്നിട്ടില്ല. ഇത് ഡൈവേർഷൻ ആയിട്ട് നമുക്കിങ്ങനെ പോവാം നല്ല നല്ല അല്ലേ? ഇത് പക്ഷെ റോഡ് പണി കഴിഞ്ഞല്ലേ നമുക്ക് വേഗത്തിലെത്താൻ പറ്റില്ല. ഇത്ര സമയം അങ്ങനെ നമ്മളെത്തില്ല. ഇന്നലെ തലപ്പാടിക്ക് ശേഷം ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഒരു 160 കിലോമീറ്റർ പോകാൻ ഒരു 6 മണിക്കൂർ എടുത്തു. പക്ഷേ ട്രാഫിക് ബ്ലോക്കിലൊക്കെ കുടുങ്ങിയിട്ട് എത്തിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ യാത്ര? ക്ഷീണം പിടിച്ചിക്ക് എനിക്ക് യാത്ര ഇല്ലല്ലോ. നല്ലൊരു യാത്രയായിരുന്നു. സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്. 1200 കിലോമീറ്റർ പോയിട്ടും ക്ഷീണമൊന്നും പിടിച്ചില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര മൊത്തം? അടിപൊളിയല്ലേ? വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. 14 കിലോമീറ്റർ മൈലേജ് അത്രമാത്രം പ്രതീക്ഷിക്കാം, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. പിന്നെ അടിപൊളി. എന്തുകൊണ്ട് ഞാൻ പറയും, ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഏറ്റവും നല്ല വണ്ടി തന്നെയാണ്. ഡിക്കിയിൽ നല്ല സ്ഥലമുണ്ട്. നമ്മൾ 2 സൂട്ട് കേസ്, 2 ബാഗ്, പിന്നെ ടെന്റ് എല്ലായിടത്തും. പിന്നെ നമ്മുടെ ഫുഡ് ബാഗ് എല്ലായിടത്തും കൊണ്ടല്ലോ അതില്. ഇപ്പം ഷൂസിന്റെ ബാഗ്സ് ഒക്കെ എല്ലാം കൂടെ കൊണ്ടിട്ട് നല്ല സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഡിക്കിയിൽ ഇത്രയൊക്കെ സാധനം വെച്ച് നല്ല സ്ഥലം ഉണ്ടായിരുന്നു. സോ ഒരു ഫാമിലി ട്രിപ്പിന് പോകാൻ പറ്റിയൊരു വണ്ടിയാണ് ജില്ല. എന്തുകൊണ്ടും നമ്മൾ പ്രിഫർ ചെയ്യും അല്ലേ? സബ്സ്ക്രൈബ് പറഞ്ഞില്ല.